ഹലോ, എല്ലാവർക്കും മൈക്രോബയോട്ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയൽ സ്റ്റെയിനിങ് ടെക്നിക്സ് ആണ്. ബാക്ടീരിയയെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തിനാണ് സ്റ്റെയിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ ആ ഒരു സ്റ്റെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, അതിലെന്താണ് അവിടെ നടക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിഫറെൻറ്റ് ഡൈസ് ഈ സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന പല സ്റ്റെയിൻസ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. സോ ബാക്ടീരിയ നമുക്കറിയാം കളർലെസ് ആണ്. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ ഇതിനെ കാണണമെങ്കിൽ, നമുക്കതിൽ സ്റ്റഡി നടത്തണമെങ്കിൽ ഈ ബാക്ടീരിയയുടെയൊക്കെ ചില സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഈ സ്ട്രക്ചേഴ്സിനെ ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവരെ കറക്റ്റായിട്ട് ഏത് ക്ലാസിഫിക്കേഷനിലാണ് ഇവർ വരുന്നത്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലാണ് ഇവർ വരുന്നത്, ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിലാണ് ഇവർ വരുന്നത് എന്നൊക്കെ അറിയാനും അതിലൊക്കെ സ്റ്റഡീസൊക്കെ ചെയ്യാനും ഒരു ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെയുള്ളൊരു ബേസിക് ടെക്നിക്കാണ് ഇത് സ്റ്റെയിനിങ് മെത്തേഡ്. സോ ഈ കളർലെസ് ആയിട്ടുള്ള ബാക്ടീരിയയെ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പം നമുക്ക് കാണണ്ടേ, അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റെയിൻസിൽ കൂടെ നമുക്ക് ഈ ബാക്ടീരിയയുടെ മോർഫോളജിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ പറ്റും. ചില സ്പെസിഫിക് സ്ട്രക്ചേഴ്സ്, ഇപ്പം ഫ്ലജല്ലാർ സ്റ്റെയിനിങ് ഉണ്ട്, പിന്നെന്താ ന്യൂക്ലിയർ സ്റ്റെയിനിങ് ഉണ്ട്, എൻഡോസ്പോർ സ്റ്റെയിനിങ് ഉണ്ട്, ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മൾ ബാക്ടീരിയയുടെ അൾട്രാ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു പോർഷനായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചത്. അതെടുത്തിട്ട് ഈ സ്റ്റെയിനിങ്ങിലോട്ട് വരാനുള്ള കാര്യം തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബാക്ടീരിയയെ നമുക്ക് വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെയിനിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിക്സേഷൻ, നമ്മൾ ഈ സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ ബാക്ടീരിയയെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ആ സ്ലൈഡിൽ ഫിക്സ് ചെയ്യണം. ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഒന്നുകിൽ യൂഷ്വലി നമ്മൾ കിൽഡായിട്ട് ഉള്ള സ്റ്റേറ്റിലായിരിക്കും ഇവരെ ഫിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ ഫിക്സ് ചെയ്താലുള്ള പ്രയോജനം എന്താ? പിന്നെ അവർക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല. കെമിക്കൽ ഫിക്സേഷനും ഉണ്ട്, ഹീറ്റ് ഫിക്സേഷനും ഉണ്ട്. ഇവിടെ ഹീറ്റ് ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? യൂഷ്വലി നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, നമുക്കറിയാം. നമ്മൾ ഒരു സ്മിയർ ഉണ്ടാക്കും നമ്മുടെ ഈ സ്ലൈഡിൽ. അതിനുശേഷം നമ്മൾ ബൺസൺ ബർണർ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുകളിലൂടെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കും. അപ്പം ഒന്ന് ജെൻറ്റിലി ഇത് ഹീറ്റാകും. സംടൈംസ് ആണ് നമ്മൾ ബൺസൺ ബർണറിൻ്റെ മുകളിൽ ഒന്ന് കാണിച്ചിട്ട് എടുക്കുന്നത്. ചില സമയത്ത് നമ്മളെങ്ങനെ ഹീറ്റ് ഫിക്സ് ചെയ്യുന്നത്? നമ്മൾ വാട്ടർ ബാത്തിൽ വാട്ടർ ബോയിൽ ചെയ്യിപ്പിക്കും. അതിൻ്റെ മുകളിൽ എന്ത് വെക്കും? ഈ സ്ലൈഡ് വെച്ച് ഹീറ്റ് ഫിക്സ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള ഹീറ്റ് ഫിക്സേഷൻ പ്രോസസ്സ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ബാക്ടീരിയയുടെ മോർഫോളജി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും സെൽ സ്ട്രക്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മളെപ്പോഴും ഓൾവേസ് വി ഡു ഹീറ്റ് ഫിക്സേഷൻ ടു പ്രിസർവ് ഓവറോൾ മോർഫോളജി ഓഫ് ദ മൈക്രോ ഓർഗാനിസത്തിൻ്റെ മോർഫോളജിയെ പ്രിസർവ് ചെയ്യാനാണല്ലോ ഈ വാട്ടർ ബാത്തിലൊക്കെ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ഹീറ്റ് ഫിക്സ് ചെയ്യുന്നതും ഫ്ലെയിമിൽ കാണിച്ച് ചിലർ ഈ ഹീറ്റ് ഫിക്സ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് കെമിക്കൽ ഫിക്സേഷൻ. അതായത് എന്തെങ്കിലുമൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് ബാക്ടീരിയയെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സ്. ഇവിടെ എങ്ങനെയായിരിക്കും? നമ്മുടെ സെല്ലുലാർ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അതും മോർഫോളജിയും എല്ലാം ഈ കെമിക്കൽ ഫിക്സേഷൻ വഴി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ കെമിക്കൽസ് എന്ത് ചെയ്യും? ഫിക്സേറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് ഈ മൈക്രോബിൻ്റെ സെല്ലിൽ പെനിട്രേറ്റ് ചെയ്ത് സെല്ലുലാർ കമ്പോണൻസ് ഒക്കെ ആയിട്ട് റിയാക്റ്റ് ഒക്കെ ചെയ്ത് അവരെയൊക്കെ ഇനാക്ടിവേറ്റ് ആക്കി ഇമ്മൊബൈൽ സ്റ്റേറ്റിലോട്ട് മാറ്റും. ഒരു സ്ഥലത്ത് അവരെ ഫിക്സ് ചെയ്ത് നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്.
യൂഷ്വലി ഇങ്ങനെയുള്ള കെമിക്കൽ ഫിക്സേറ്റീവ്സിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് എത്തനോൾ, അസറ്റിക് ആസിഡ്, മെർക്കുറി ക്ലോറൈഡ്, ഫോമാൽഡിഹൈഡ്, ഗ്ലൂട്ടറാൾഡിഹൈഡ് ഒക്കെയാണ്. ഓക്കെ, അപ്പം ഹീറ്റ് ഫിക്സേഷനുണ്ട്, കെമിക്കൽ ഫിക്സേഷനുണ്ട്. ദെൻ വാട്ട് ഈസ് ഡൈസ്? വൈ വി നീഡ് ടു സ്റ്റെയിൻ ബാക്ടീരിയ? അതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് നമ്മൾ ബാക്ടീരിയ സ്റ്റെയിൻ ചെയ്യുന്നത്? ബാക്ടീരിയ കളർലെസ് ആണ്, ഓർ ട്രാൻസ്പെറൻ്റ് ആണ്. സോ അവർ ഇൻവിസിബിൾ ആണ് നമ്മുടെ നേക്കഡ് ഐസിന്. സോ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്ങനെ പറ്റത്തുള്ളൂ? എന്തെങ്കിലും സ്പെസിഫിക് സ്റ്റെയിൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ക്ലിയർ ആയിട്ട് അവരെ ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. To visualize bacterial cell or their internal structures using the light microscope. ഇനി ഡൈസ് തന്നെ, സ്റ്റെയിൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ബേസിക് ഡൈസും ഉണ്ട്, അസിഡിക് ഡൈസും ഉണ്ട്. ഈ ബേസിക് ഡൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ക്ലോറൈഡ് സോൾട്ടുകളായിട്ടായിരിക്കും യൂഷ്വലി ഇവരെ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ബേസിക് ഡൈസ് പോസിറ്റീവ് ചാർജ് ഉള്ളവരായതുകൊണ്ട് തന്നെ ഇവരെ ആരിൽ ചെന്നായിരിക്കും ബൈൻഡ് ചെയ്യുന്നത്? നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസിൽ ചെന്നിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നത്. നെഗറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിക് ആസിഡ്സും പ്രോട്ടീൻസൊക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇനി ബാക്ടീരിയയുടെ സർഫസും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ നമ്മുടെ ഈ ബേസിക് ഡൈസ് വന്നിട്ട് എന്ത് ചെയ്യും? ഇതിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ മൈക്രോബിനെ അല്ലെങ്കിൽ ഈ ബാക്ടീരിയയെ ഒബ്സർവ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് അസിഡിക് ഡൈസ് ആണ്. അസിഡിക് ഡൈസ് എങ്ങനെയാണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ഡൈസ് ആണ്. ഇവരപ്പോൾ ആരെ ചെന്നിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള സെൽ സ്ട്രക്ചേഴ്സിലായിരിക്കും ഇവർ ബൈൻഡ് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഒരു സെക്ഷൻ നമ്മൾ എടുക്കണോ വേണ്ടയോ എന്ന് വെച്ചാൽ ഒരു ഇൻട്രൊഡക്ഷൻ, സ്റ്റെയിനിങ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് 2-3 ക്ലാസ് ആയിട്ടായിരിക്കും ഇടുന്നത്. അതിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് സ്റ്റെയിനിങ് എന്നൊരു ഐഡിയ, എത്ര സ്റ്റെയിൻസ് ഏത് ടൈപ്പാണ്, 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനിയിപ്പം ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് ഉണ്ട്. അതിലൊരു ടൈപ്പ് സ്റ്റെയിൻ ആയിരിക്കും വരുന്നത്. പക്ഷേ ആ ടൈപ്പ് സ്റ്റെയിൻസ് ആയിരിക്കത്തില്ല നമ്മളിപ്പം ഗ്രാം സ്റ്റെയിനിങ്ങിലൊക്കെ പറയുമ്പോൾ വരുന്നത്. സോ അങ്ങനെ ഈ അസിഡിക്കിൻ്റെയും ബേസിക്കിലും ഒക്കെ എക്സാമ്പിൾസും ഉണ്ട് കേട്ടോ. സ്റ്റെയിൻസിന് എക്സാമ്പിളും ഉണ്ട്. അതൊക്കെ നമ്മൾ അവിടെ പറയുമ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് മേ ബി ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കില്ലായിരിക്കാം, എങ്കിലും ഇതറിഞ്ഞിരുന്നാലേ നമുക്ക് ഇനി ഫർദർ ഉള്ള ക്ലാസ്സുകൾ കേട്ടാൽ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു ക്ലാസ് ഇട്ടേക്കാമെന്ന് കരുതിയത്. ഓക്കെ, താങ്ക് യു ഓൾ.